ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. കുതിരാനിൽ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ അന്വേഷണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി. RSS ഗണഗീതം ദേശഭക്തി ഗാനമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ ടാക്സി ഡ്രൈവറെ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചതായും പരാതി. സഹകരണ മേഖലയിലെ വായ്പാ തട്ടിപ്പിനെതിരെ നിയമപരമായ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം കേരളത്തിലെ MP മാർ എതിർത്തുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷൻ ഭരണം BJPയെ ഏൽപ്പിച്ചാൽ താൻ കൂടെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി. വാർത്തകളിലേക്ക് വിശദമായി. കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. സാഹചര്യം വിലയിരുത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആനയെ മയക്കുവെടി വയ്ക്കാനാണ് വനം വകുപ്പിന്റെ ആലോചന. ആനയെ വരുതിയിലാക്കാൻ വയനാട്ടിൽ നിന്നെത്തിച്ച കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുകയാണ്. പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന നടപടികൾക്കാണ് വനം വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കൊമ്പന് മതപ്പാടുള്ളതിനാൽ ദൗത്യം സങ്കീർണമാകുമെന്നാണ് വിലയിരുത്തൽ. കുതിരാനിൽ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ എന്ന് ആലോചിക്കണം. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയാണ്. അതേസമയം മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത്. അതിരപ്പള്ളി കണ്ണമ്പുഴിയിൽ വലയിൽ കുടുങ്ങിയ ചീങ്കണ്ണിയെ രക്ഷപ്പെടുത്തി. ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന തോട്ടിൽ മത്സ്യം പിടിക്കാനിട്ടിരുന്ന വലയിലാണ് ചീങ്കണ്ണി അകപ്പെട്ടത്. കുളിക്കാനെത്തിയ യുവാക്കളാണ് ചീങ്കണ്ണിയെ കത്തി ഉപയോഗിച്ച് വല മുറിച്ച് രക്ഷപ്പെടുത്തിയത്. അവശനിലയിലായ ചീങ്കണ്ണി പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കന്നി യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവം സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. ഇന്നലെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് RSS ഗാനമായ ഗണഗീതം പാടിയത്. വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങൾ റെയിൽവേ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. RSS ഗണഗീതം ദേശഭക്തി ഗാനമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ലെന്നും പിന്നിൽ ആളുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ചടങ്ങുകളിൽ ഗണഗീതം വേണ്ട, ഗണഗീതം RSS വേദിയിൽ പാടിയാൽ മതി. നവകേരള സർവേ സർക്കാർ ചെലവിൽ നടത്തണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, അതൊന്നുമില്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല. അവര് ആര് ചെയ്താലും തെറ്റാണ്. DK ശിവകുമാർ ചെയ്താൽ ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് തെറ്റാണ്.
ചെയ്യാൻ പാടില്ല. അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ. എൻ്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ. രണ്ടത് റെയിൽവേ എന്തിനാ പോസ്റ്റ് ചെയ്യണം? കുട്ടികൾ നിഷ്കളങ്കമായിട്ട് പാടിയ ഗണഗീത റെയിൽവേ എങ്ങനെയാണ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം? പിന്നെ എന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത്? പിന്നെ എന്തിനാണ് രണ്ടാമതും വാശിയോട് വിളിച്ചത്? ഇതൊന്നും ശരിയായിട്ടുള്ള ഒന്ന് നാട്ടുകാരുടെ ചെലവിലും ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെലവിൽ നടക്കുന്ന പരിപാടി. ഞാൻ ആദ്യത്തേലും പറഞ്ഞത് സർവേയുടെ കാര്യം രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ്. ഒരേ രീതി ഇത് രണ്ടും കേരളത്തിലാണ്. ബംഗളൂരു കൊച്ചി വന്ദേ ഭാരത് എക്സ്പ്രസിൽ ടിക്കറ്റിന് വൻ ഡിമാൻഡ്. ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിനിലെ ഒരാഴ്ചത്തെ ടിക്കറ്റ് വിറ്റുതീർന്നു. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഒരാഴ്ചത്തെ ടിക്കറ്റ് ബുക്കിംഗ് തീർന്നപ്പോൾ AC ചെയർ കാറിൽ 11, 16, 17 തീയതികളിൽ ടിക്കറ്റില്ല. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്നാണ് വീഡിയോ കോൺഫറൻസിലൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ ടാക്സി ഡ്രൈവറെയും യാത്രക്കാരെയും ഭീഷണിപ്പെടുത്തിയതായി പരാതി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന ടാക്സി ഡ്രൈവർമാർക്കെതിരെയാണ് ആരോപണം. സംഭവത്തിൽ യൂബർ ടാക്സി ഡ്രൈവർമാർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രിപ്പ് എടുക്കാൻ പാടില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും യാത്രക്കാരോട് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ ഊബറിന് ഇവിടെ ഓടാനായിട്ടുള്ള പെർമിഷൻ ഇല്ലെന്ന് നിനക്ക് അറിയില്ലേ? എവിടെ ഓടാനുള്ള പെർമിഷൻ ഇല്ല? എവിടെ ഓടാനുള്ള പെർമിഷൻ ഇല്ല? ഈ ഇവിടുന്ന് എടുക്കാൻ പറ്റടാ. നീ വേറെ വർത്താനം പറയുന്നത് എനിക്ക് പ്രശ്നമില്ല. അവരെന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് കേട്ടില്ല. ഇനി കളി നടക്കില്ല. എന്ത് തിന്നണേ? ഞാൻ ജീവിക്കാൻ വേണ്ടിട്ട് കാർ എടുത്തിട്ടുള്ളത് ഓടിക്കണത്. ഈ നാട്ടിലോട്ട് ടാക്സ് അടച്ചിട്ട് തന്നെയാണ് വണ്ടി. സഹകരണ മേഖലയിലെ വായ്പാ തട്ടിപ്പിനെതിരെ നിയമപരമായ സംവിധാനം കൊണ്ടുവരാനുള്ള അമിത്ഷായുടെ നീക്കത്തെ കേരളത്തിൽ നിന്നുള്ള 20 MPമാരും ചേർന്ന് എതിർത്തുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. കോട്ടപ്പുറം അച്യുതം ഫ്ളാറ്റിൽ സംഘടിപ്പിച്ച SG കോഫി ടൈം ചർച്ചാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയിച്ചു വരുന്നവർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. കോർപ്പറേഷൻ ഭരണം BJP ഏൽപ്പിച്ചാൽ താൻ കൂടെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. BJP കൗൺസിലർമാരായ KG നിജി, പൂർണിമ സുരേഷ് എന്നിവരും പങ്കെടുത്തു. തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സ് ഇന്ന് നടക്കും. സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന സദസ്സിൽ അതിരൂപതയിലെ 220 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കും. സമുദായത്തിന്റെ ശാക്തീകരണത്തിനും സമുദായം നേരിടുന്ന വിവേചനങ്ങൾക്കുമെതിരെയാണ് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിക്കും. രാമവർമ്മ അപ്പൻ തമ്പുരാന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ചേറൂർ സാഹിതിയിൽ അപ്പൻ തമ്പുരാൻ അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. അപ്പൻ തമ്പുരാൻ പഠന ഗവേഷണ സമിതിയുടെയും തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ ഡോക്ടർ SK വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ മോഹൻദാസ് പാറപ്പുറത്ത്, K ഉണ്ണികൃഷ്ണൻ, P വിനോദ്, A സന്തോഷ് കുമാർ, രാജലക്ഷ്മി മാനഴി, സൈമൺ വേലുക്കാരൻ എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്തിയ മിനി ലോറി പിടികൂടി. ചെറുതുരുത്തി CI V വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഴിഞ്ഞ ദിവസം രാത്രി ലോറി പിടികൂടിയത്. ഡ്രൈവറും കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടു. ദേശമംഗലം കൊണവള്ളിക്കടവ് പുഴക്കടവിൽ നിന്ന് മണൽ കയറ്റി കൊണ്ടുപോകുന്ന ലോറിയാണ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ശ്രീനാരായണ സാംസ്കാരിക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി R ശങ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VS ബൈജു അധ്യക്ഷത വഹിച്ചു. G വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി മനീഷ് പങ്കജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ, വനിതാ സംഘം കൺവീനർ ശ്രീവല്ലി കുഞ്ഞമ്മ, NSS ട്രഷറർ KN പുഷ്പാങ്കദൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ പശ്ചാത്തലവുമായി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ യോജിച്ചു നിൽക്കാൻ വസ്ത്രവ്യക്തത ഒരു സാഹചര്യത്തിൽ അതിനെ പറയാൻ സാധിക്കും. വരന്തരപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിലെ കരയാമ്പാടം പമ്പ് ഹൗസ് കടവിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുമുറി വെളുത്തേടത്ത് വീട്ടിൽ 55 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. പുഴയിൽ ചൂണ്ടയിടാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. ശനിയാഴ്ച രാവിലെ ജോലിക്ക് പോയ മോഹനൻ രാത്രിയിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന TCVയുടെ തദ്ദേശ പോരിൽ ഇന്ന് കൊഴൂർ പഞ്ചായത്ത്. ദേശപ്പോര് ഇന്ന് എത്തി നിൽക്കുന്നത് കുഴൂർ പഞ്ചായത്തിലാണ്. എറണാകുളം ജില്ലയെ അതിരിടുന്ന കുഴൂർ ഗ്രാമപഞ്ചായത്തിന്
ഒരുപാട് സവിശേഷതകളുണ്ട്. വാദ്യപ്പെരുമയാൽ പ്രസിദ്ധമാണ് കുഴൂർ. പഞ്ചവാദ്യ കുലപതികളായിരുന്ന കുഴൂർ ത്രയം ചരിത്രമാണ്. പത്മഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ നാട്. അതിരാത്രം നടന്ന കുണ്ടൂർ ഗ്രാമം കുഴൂരിന്റെ പെരുമയാണ്. ചാലക്കുടി പുഴയാണ് അതിരിട്ടൊഴുകുന്നത്. ജലസേചന സൗകര്യം ഏറെയുള്ള കുഴൂർ കാർഷിക സമൃദ്ധമാണ്. കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്നിവ ഉത്സവ പെരുമയുടെ അടയാളങ്ങളായി നിലകൊള്ളുന്നു. ആയുർവേദ രംഗത്ത് പ്രശസ്തരായ KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി വൈദ്യശാലയുടെ ആസ്ഥാനവും ഇവിടെയാണ്. പഞ്ചായത്ത് നിലവിൽ വന്ന 1962 മുതൽ ഇതുവരെ കോൺഗ്രസ് മാത്രമാണ് ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 വാർഡിൽ കോൺഗ്രസ് 9 സീറ്റ് നേടി. CPM 4 വിജയിച്ചപ്പോൾ CPI 1 സീറ്റ് നേടി. കോൺഗ്രസിലെ സാജൻ കുടിയനാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തി ചരിത്രത്തിൽ ഇടം നേടിയ വികസന പ്രവർത്തനം നടന്ന കാലയളവാണ് കടന്നു പോകുന്നതെന്ന് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെയിൻ റോഡുകൾക്കാണ് പ്രാധാന്യം മുമ്പ് കൊടുത്തത്. താണിശ്ശേരി, ഐരാണിക്കുളം, കല്യാൺ റോഡ്, അതുപോലെ തന്നെ കൊച്ചുകടവ്, കുണ്ടൂർ, ആലമറ്റം റോഡ്, ഐരാണിക്കുളം, ഉഴൂർ റോഡ് എന്നീ റോഡുകൾക്ക് 13 കോടി രൂപയാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ ഒരു റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു, മറ്റുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ കോളക്കുളം നവീകരിക്കുകയും അവിടെ ജിമ്മും പാർക്കും പെഡൽ ബോട്ടുകളും നവീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചേരവത്തൂർ പാർക്ക് നിർമ്മിച്ചു, ജിമ്മ് നിർമ്മിച്ചു, ഐരാണിക്കുളം ജിമ്മും പാർക്കും വെച്ചു. ഒപ്പം തന്നെ ഉൾനാടൻ റോഡുകളിലേക്ക് വാഹന ഗതാഗതത്തിനുമായിട്ട് ഗ്രാമവണ്ടി അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ SC കമ്മ്യൂണിറ്റി ഹാൾ, SC വിഭാഗത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുകയും ഒരു റോഡ് നവീകരിക്കുകയും ചെയ്തു. ഇലക്ട്രിഫിക്കേഷൻ പദ്ധതികൾ വ്യാപിപ്പിക്കുകയും കൈമുട്ടി ഇലക്ട്രിഫിക്കേഷൻ നവീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 169ഓളം ഭവനരഹിതർക്ക് വീട് പണിത് കൊടുക്കാൻ സാധിച്ചു. ഒട്ടനവധി ഈ കാർഷിക രംഗത്തും അതുപോലെ തന്നെ പൊതുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. കോൺഗ്രസ് മാത്രം ഭരണം നടത്തിയ പഞ്ചായത്ത് വികസനത്തിൽ ഏറെ പിന്നോട്ടു പോയെന്നാണ് പ്രതിപക്ഷ ആരോപണം. നേട്ടമായി ഉന്നയിക്കുന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെയാണെന്നാണ് LDF വാദം. കുഴൂരിന് തനതായി ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യുവാക്കളെയോ വയോജനങ്ങളെയോ ഒപ്പം ഭിന്നശേഷിക്കാരെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. കാർഷിക ഗ്രാമപഞ്ചായത്ത് കുഴൂരിൽ തരിശുരഹിതമാക്കുമെന്ന് പറഞ്ഞ് വന്ന ഭരണസമിതി 1 ഏക്കർ പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒപ്പം തൊഴിലധിഷ്ഠിത പരിപാടി സംരംഭങ്ങൾ തനതായി കുഴൂർ ഗ്രാമപഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള സ്ഥാപനങ്ങളല്ലാതെ പുതിയതായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 2015 ഭരണസമിതിയിൽ BJPക്ക് 2 മെമ്പർമാർ ഉണ്ടായിരുന്നെങ്കിലും 2020 ആ അക്കൗണ്ട് പൂട്ടിപ്പോയി. അതേസമയം BJPക്ക് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്താണ് കുഴൂർ. സ്ഥാനാർത്ഥി നിർണയം കുഴൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികൾക്കനുസരിച്ച് ഇവിടുത്തെ ജനവിധി ഉണ്ടാകും എന്നുള്ളതൊരു സംശയമില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ പദയാത്രകൾ നടത്തി. തെക്കൻ മേഖലാ പദയാത്ര BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് സേവ്യൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. വടക്കൻ മേഖലാ പദയാത്രയുടെ ഉദ്ഘാടനം OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ നിർവഹിച്ചു. സമാപന സമ്മേളനം NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV വിനോബ് അധ്യക്ഷത വഹിച്ചു. സുനിൽ പറമ്പിൽ, EP ഹരീഷ്, NS സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആൻഡു ചെമ്മിഞ്ചേരി അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ, KK ശിവരാമൻ, സുനിൽ സബര്യ തുടങ്ങിയവർ സംസാരിച്ചു.
പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാലിൽ ചാച്ചാജി ബാലസഭയുടെ നേതൃത്വത്തിൽ ശീതകാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജിഷ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ വി യു ദിവ്യ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ, ചാച്ചാജി ബാലസഭാ സെക്രട്ടറി അമേയ പ്രശാന്ത്, കെ എൻ ദീപ, എം എൻ ശ്രുതി എന്നിവർ സംസാരിച്ചു. BJP നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഗുരുവായൂർ പദയാത്ര സംഘടിപ്പിച്ചു. തൈക്കാട് പാല ബസാറിൽ നിന്ന് ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പവർ ടീം മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് 1000 വട്ടം ചോദിച്ചവനാണ് നമ്മളെ എന്തൊരു നല്ല. അപ്പൊ അവിടെ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ കുട്ടികൾ പാടിയിട്ടുണ്ട്. ഇതിൽ എന്താണ് വർഗീയത ഉള്ളത്? ഇതിലെവിടെയാണ് RSS ഉള്ളത്? പരമപവിത്രമായ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട്. ഇത് എന്താണ് വർഗീയത? ആ കുട്ടികൾ അത് പാടിയതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ജാഥ, അങ്ങോട്ട് പോക്ക്, ഇങ്ങോട്ടും മുഖ്യമന്ത്രി ശബരിമലയെ പറ്റി ഒന്നും മിണ്ടുന്നില്ല, ഇത് കൊള്ളയെ പറ്റിയിരുന്നു. ആ കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം പാടിയപ്പോഴും മുഖ്യമന്ത്രി അളവുന്നു, പ്രതിപക്ഷ നേതാവ് അളവും, കുഞ്ഞാലിക്കുട്ടി വരുന്നു, DYFIക്കാർ കല്ലറിയുന്നു. DYFIക്കാർക്ക് വിവരമല്ല. അവർ ഇന്നലെ അത് കഴിഞ്ഞിട്ട് അവർ തിരുവനന്തപുരത്ത് പാടിയത് സാരേ ജഹാംസ അച്ഛാ ഹിന്ദുസ്ഥാൻ. എടോ അതിനകത്ത് ഇതിനേക്കാളും കൂടുതലുള്ളത് ഇതിന് വിവരം അല്ല. സാരേ ജഹാംസ അച്ഛാ ഹിന്ദുസ്ഥാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് തൃശൂരിന്റെ സഹകരണത്തോടെ കൊമേഴ്സ് കാർണിവൽ സംഘടിപ്പിച്ചു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ICAI ചെയർമാൻ CA സാൻജോ അധ്യക്ഷത വഹിച്ചു. കേരള കൊമേഴ്സ് ഫോറം സംസ്ഥാന ട്രഷറർ ബൈജു ആന്റണി, അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് തൃശൂർ പ്രസിഡന്റ് സിബിൻ ലാസർ, സെക്രട്ടറി K വിനോദ്, ട്രഷറർ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കാർണിവലിന്റെ ഭാഗമായി +1, +2 കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ക്ഷേത്ര ദർശനത്തിനെത്തിയ മുകേഷ് അംബാനിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആശുപത്രി നിർമ്മാണത്തിന് 58 കോടി രൂപയുടെ പദ്ധതിയാണ് ദേവസ്വം സമർപ്പിച്ചിട്ടുള്ളത്. ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിനായി ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു. എന്ത് സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാൻ ഉറപ്പു നൽകി. ഗുജറാത്തിൽ റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരമൊരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മുകേഷ് അംബാനി റോഡ് മാർഗം തെക്കേ നടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി. പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണമുള്ളതിനാൽ 25 പേർക്കായി ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് സോപാനപ്പടിയിൽ കാണിക്കയർപ്പിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ഉപദേവന്മാരെയും തൊഴുതു പ്രാർത്ഥിച്ചു. കൊടിമരച്ചൂട്ടിലെത്തിയ അദ്ദേഹത്തിന് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നൽകി. ദേവസ്വത്തിന്റെ ഉപഹാരമായി ചുവർ ചിത്രവും സമ്മാനിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. പെരിങ്ങോട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ അനുസ്മരണ സമ്മേളനവും വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു. അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസ് ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. നടൻ VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ V ആനന്ദ് മോഹൻ, അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസ് എന്നിവർക്ക് വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ അപർണ, ഡോക്ടർ ആരതി, പഞ്ചായത്ത് അംഗങ്ങളായ P വിനീത, P ഷീബ, സലീം എന്നിവർ സംസാരിച്ചു. തിരുവല്ലോമല പഞ്ചായത്തിലെ കുണ്ടുകാട് ചെമ്പക്കുളം പുനരുദ്ധരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം K ഷബ്ന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല ആക്കപ്പറമ്പ് റോഡ് നവീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന, പ്രശാന്തി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരുമ്പോൾ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥത്തിലാണ് കയ്പമംഗലം പഞ്ചായത്ത് അംഗമായ ഖദീജ പുതിയ വീട്ടിൽ. അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കരുതുന്നത്. 2000 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കയ്പമംഗലം പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഖദീജയുടെ കാൽവെപ്പ്. അടുത്ത ബന്ധുവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM അഹമ്മദാണ് പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടി. തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ട് പോലും മുസ്ലിം ലീഗിന്റെ കോട്ടയായ 2ാം വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ കയ്പമംഗലം പഞ്ചായത്തിന്റെ ഭരണസാരഥികളിൽ ഒരാളായി ഖദീജ മാറി. 2005 3ാം വാർഡിൽ നിന്നായിരുന്നു മത്സരിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഖദീജയ്ക്കായിരുന്നു. പ്രവർത്തന മികവും ജനസമ്മതിയും പരിഗണിച്ച് പാർട്ടി വീണ്ടും ഖദീജയെ സ്ഥാനാർത്ഥിയാക്കി. ഇക്കുറി 20ാം വാർഡായിരുന്നു അങ്കത്തട്ട്. അവിടെയും വിജയം ഖദീജയ്ക്കൊപ്പമായിരുന്നു. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പിലും 20ാം വാർഡിൽ നിന്ന് തന്നെയായിരുന്നു മത്സരിച്ച് വിജയിച്ചത്. 2.5 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിരവധി പദവികളിലും ഖദീജ തിളങ്ങി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതും കയ്പമംഗലം പഞ്ചായത്തിലെ പകൽ വീട് പ്രവർത്തനം തുടങ്ങിയതും ഖദീജ പുതിയ വീടിന്റെ വാർഡിലാണ്. അന്ന് സലഫി നഗറിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് നിർത്തി. അങ്ങനെ അവിടെ ഒരു ലീഗിൻ്റെ ഒരു കോട്ടയായിരുന്നു. ഞാൻ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അത് മത്സരത്തിൽ നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു. അതിൽ വിജയിച്ച് അവിടെ 5 വർഷം ഞാൻ സേവനമനുഷ്ഠിച്ചു. എനിക്ക് വളരെ താല്പര്യമുണ്ടായി. അവിടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായി. പ്രവർത്തനം കണ്ടിട്ടാവണം പാർട്ടി 3ാമതും എന്നെ 20ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. അപ്പോൾ പാർട്ടിയുടെ പ്രാതിനിധ്യം അവിടെ കുറവാണെങ്കിലും അവിടെ നമ്മളറിയുന്ന നാട്ടുകാർ, അതായത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു. ആ പ്രവർത്തനം കൊണ്ട് തന്നെ ആവണം വീണ്ടും അങ്ങനെ ഒരു 10 വർഷം കൂടി 20ാം വാർഡിൽ, അങ്ങനെ 15 വർഷം 20ാം വാർഡിൽ തന്നെ ഞാൻ ജനപ്രതിനിധിയായി നിന്നിട്ടുണ്ട്. ഇപ്പോഴും 20ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. അങ്ങനെ അടുത്തടുത്ത കാലങ്ങളിലായിട്ട് ഒരു 25 വർഷം എനിക്ക് പഞ്ചായത്ത് മെമ്പറായി പൂർത്തീകരിക്കാൻ സാധിച്ചു. 25 വർഷം തുടർച്ചയായി മെമ്പറുടെ കുപ്പായമണിഞ്ഞെങ്കിലും ഇനി ഒരു മത്സരത്തിന് താനില്ലെന്നാണ് ഖദീജയുടെ മറുപടി. കഴിവുള്ള യുവത്വം പൊതുപ്രവർത്തന രംഗത്തേക്ക് കൂടുതലായി കടന്നുവരുന്ന ഇക്കാലത്ത് അവർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കാനാണ് താല്പര്യമെന്നും ഖദീജ വ്യക്തമാക്കി. TCV ന്യൂസ്, കയ്പമംഗലം. വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനുള്ള മണ്ണ് പരിശോധന ആരംഭിച്ചു. കൃഷിഭവനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിക്കായി 9 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ PM അഷ്റഫിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് G ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. PU നന്ദകുമാർ, M അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സ്മിത P ജോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CC ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ്, സിനി സോളമൻ, ഡയസ് പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ തിരുനാൾ ആഘോഷിക്കുന്നു. ആഘോഷമായ ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നിന്ന് ജപമാല പ്രദക്ഷിണവും തുടർന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും. ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴ കടവിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം ജയരാജൻ, ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, മിനി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാട് സെന്റ് തോമസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ യേശുദാസ് ചുങ്കത്ത് സഹകാർമ്മികനായിരുന്നു. ഫാദർ ഡിറ്റോ കൂള തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണവും സമർപ്പിത സംഗമവും നടന്നു.
ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തിന്റെ ആദ്യ സംഭാവന നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഏറ്റുവാങ്ങി. നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരി, ഇമാം ഹുസൈൻ ബാക്കവി, ജനറൽ കൺവീനർ ജോഷി പുത്തിരി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ നടക്കാവ് സമൂഹ മഠത്തിൽ 70ാമത് മഹാരുദ്രത്തോടനുബന്ധിച്ച് വസൂർധാര ചടങ്ങ് നടത്തി. സമൂഹ മഠമാചാര്യൻ സുരേഷ് വാദ്യാർ, പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S ശിവരാമകൃഷ്ണൻ, ഗജാൻജി S കൃഷ്ണമൂർത്തി, കൺവീനർ MS ഹരിശങ്കർ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്തും പാണഞ്ചേരി പഞ്ചായത്തും ചേർന്ന് പട്ടിക്കാട് സെന്ററിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജനപ്രതിനിധികളായ സാവിത്രി സദാനന്ദൻ, ഫ്രാൻസിന ഷാജു, KV അനിത, ET ജലജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൗമാരക്കാർക്കായി ഇടം സാംസ്കാരിക വേദി ടീനേജ് മീറ്റ് സംഘടിപ്പിച്ചു. വെള്ളറക്കാട് നടന്ന ടീനേജ് മീറ്റിൽ വിയ്യൂർ കോപ്പറേറ്റീവ് CBSE സ്കൂൾ പ്രിൻസിപ്പൽ ശ്രുതി ബാലകൃഷ്ണൻ, റിട്ടയർഡ് മേജർ KP ജോസഫ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ KM അക്ബർ അലി എന്നിവർ ക്ലാസ് എടുത്തു. PJ ജ്യോതി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. KM സൗമ്യ, അനീഷ് വിജയൻ എന്നിവർ സംസാരിച്ചു. എഴുത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തീകരിച്ച കവി E ജിനനെ മതിലകത്തെ ചങ്ങാതിക്കുട്ടം കലാസാഹിത്യ സമിതി ആദരിച്ചു. ET ടൈസൺ MLA ആദരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ആദരപത്രം സമർപ്പിച്ചു. ചങ്ങാതിക്കുട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താൻ അധ്യക്ഷയായിരുന്നു. TK ഗംഗാധരൻ, TK മീരാഭായ്, UK സുരേഷ് കുമാർ, കൃഷ്ണൻ സൗപർണിക തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി സെന്റ് റീത്താസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ജിതിൻ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജോളി ചിറമൽ, ജനറൽ കൺവീനർ ബിജു വർഗീസ്, കൈക്കാരന്മാരായ AR തോമസ്, സലേഷ് ചിറ്റിലപ്പള്ളി, ജോൺ തൈക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15, 16 തീയതികളിലാണ് തിരുനാൾ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. കുതിരാനിൽ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ അന്വേഷണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി. RSS ഗണഗീതം ദേശഭക്തി ഗാനമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ ടാക്സി ഡ്രൈവറെ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചതായും പരാതി. സഹകരണ മേഖലയിലെ വായ്പാ തട്ടിപ്പിനെതിരെ നിയമപരമായ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം കേരളത്തിലെ MP മാർ എതിർത്തുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷൻ ഭരണം BJP ഏൽപ്പിച്ചാൽ താൻ കൂടെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.